നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നാട്ടിലെ ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 0484-280-510 എന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു നൽകാം. വാട്സാപ്പ് നമ്പർ 6235968937. ഈ വാട്സാപ്പ് നമ്പറിലൂടെ വാർത്തകളും ദൃശ്യങ്ങളുമൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാം. നമ്മളിന്ന് ആദ്യം പോകുന്നത് ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് സമരം കടുപ്പിക്കുന്നതിനിടെ ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇൻസെന്റീവ് കൂട്ടുന്നതിൽ ഉറപ്പ് ലഭിച്ചെന്നും കുടിശ്ശികയിൽ കേന്ദ്രമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് ഇന്ന് പ്രതികരിച്ചു. ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വുമൻ വോളണ്ടിയർ എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗൈഡ് ലൈൻ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇൻസെൻറ്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. പൊതുവിൽ പോസിറ്റീവായിട്ടുള്ള, അപ്പം അങ്ങനെ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടിയാണ് ഞാൻ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ശേഷിക്കുന്നുള്ളത് അത് ഓഫീസേഴ്സിനോട് അത് പരിശോധിച്ചിട്ട് അതിലാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ സാമ്പത്തിക വർഷം നടത്താമെന്നുള്ളതും പറയുകയുണ്ടായി. പൊതുവിൽ വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ വിഷയങ്ങളെ സമീപിച്ചത്. പോസിറ്റീവ് എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നു. എന്നാൽ ഓണറേറിയം കൂട്ടാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ആശാ വർക്കേഴ്സിന്റെ നിലപാട്. ആനുകൂല്യങ്ങളിൽ വ്യക്തമായ ഉറപ്പ് ലഭിക്കണം എന്നാണ് ആശമാർ പറയുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ തീരുമാനം എന്ന് പറയുന്നില്ല മിനിസ്റ്റർ. അതല്ലേ പറയേണ്ടുന്നത്, അത് ഇവിടെയല്ലേ ചർച്ച ചെയ്യേണ്ടത്, ഇവിടെയല്ലേ പരിഹരിക്കേണ്ടുന്നത്. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സമരത്തിന്റെ ഭാഗമായി അത് കേന്ദ്രത്തിൽ കൊണ്ട് എത്തിക്കാൻ കഴിയുക, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് 3 ആഴ്ച മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതിനകത്ത് പോലും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒരു എമൗണ്ട് അല്ലെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആ വിഷയത്തിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ പ്രത്യേകമായി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമരത്തിന് ആശാവഹമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആശാ വർക്കേഴ്സ് സമരത്തിൽ INTUC-യുടെ നിലപാട് മാറ്റവും ഇന്ന് കണ്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം ചെയ്യുന്ന ആശമാർക്ക് INTUC സംസ്ഥാന നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനം എന്നാണ് INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. ഇങ്ങനെ നിരവധി പദ്ധതി തൊഴിലാളികളുണ്ട്. ആ പദ്ധതി തൊഴിലാളികളെ വാളണ്ടിയർ എന്നാണ് പറയുന്നത്. 10, 15, 20, 30, 40 വർഷമൊക്കെ വാളണ്ടിയറായി നിന്നാൽ രാജ്യത്ത് തന്നെ ഗതി പിടിക്കുമോ? അതുകൊണ്ട് INTUC-ക്ക് വ്യക്തമായ നിലപാടുണ്ട്. ഒരു 5 വർഷം തുടർച്ചയായി ജോലി ചെയ്യുന്നവരെ, ആ മേഖലയിലെ ജനങ്ങൾക്കിത് ആവശ്യമുള്ള, സ്ഥിരമായ ആവശ്യമുള്ള ജോലിയാണെന്നും അതിനെ പെരിനിയൽ നേച്ചറാണെന്ന് കണ്ടുകൊണ്ട് അവരെ ആ മേഖലയിൽ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ ശമ്പളം കൊടുത്ത് തൊഴിലാളിയായി അംഗീകരിക്കണം എന്നുള്ളതാണ് INTUC-യുടെ നിലപാട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീത VG ഡൽഹിയിൽ നിന്നും, അതോടൊപ്പം ആശാ സമരവേദിയിൽ നിന്ന് ശ്രീകാന്തും, ഒപ്പം R ചന്ദ്രശേഖരന്റെ പ്രതികരണത്തിന് വിശദാംശങ്ങളുമായി R അരുൺരാജും ചേരുന്നുണ്ട്. ആദ്യം വിനീത VG-യിലേക്കാണ്. വിനീത, ഇത് ചർച്ചകൾ പോസിറ്റീവ് എന്നാണല്ലോ JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി പറയുന്നത്. വിനീത, തീർച്ചയായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചർച്ചകൾ വളരെ പോസിറ്റീവായിരുന്നുവെന്നും ആശമാരുടെ അടക്കമുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നുമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം ഉൾപ്പെടെയുള്ള കാര്യവും, ഒപ്പം തന്നെ അവരെ ഈ തൊഴിൽ നിയമ പരിധിക്കുള്ളിൽ കൊണ്ടുവരണമെന്നുള്ള 2 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ പരിശോധിക്കാമെന്നും ഈ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും JP നഡ്ഡ പറഞ്ഞു എന്നുള്ളതാണ് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കേരളത്തിലെ എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവരാൻ പോകുന്നു, അതിനുകൂടി പിന്തുണ വേണമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ആശമാരുടെ സമരം സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചുവെന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മന്ത്രി ഡൽഹിയിലുണ്ട്. ഇനി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയാൽ ഇപ്പോൾ INTUC അടക്കം ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് അവർ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിന്റെ നിലപാടടക്കം, ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളടക്കം ഒരു പക്ഷേ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഒരു ചർച്ച
ചർച്ച നടത്തും. ഈ സമരം ചെയ്യുന്ന ആശമാരടക്കം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ നേതാക്കളെയൊക്കെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ആ ചർച്ച നടത്തുക. കേന്ദ്രത്തിന്റെ നിലപാടടക്കം ഇക്കാര്യത്തിൽ സംസാരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മന്ത്രിയോട് നമ്മൾ ചോദിച്ചപ്പോൾ മന്ത്രിയുടെ ഒരു പ്രതികരണം, ഇതിനോടകം തന്നെ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ തുക, ഏറ്റവും മികച്ച രീതിയിൽ ഓണറേറിയം നൽകുന്നത് കേരളം ആണ് എന്നായിരുന്നു. ഇൻസെന്റീവ് സംസ്ഥാനം കേന്ദ്രം വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ സംസ്ഥാനവും വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഈ കൂടിക്കാഴ്ച പോസിറ്റീവ് ആയിരുന്നു എന്ന് തന്നെയാണ് മന്ത്രിയുടെ പ്രതികരണം. ഒപ്പം തന്നെ ഈ സമരം ചെയ്യുന്ന ഈ ആശാ വർക്കർമാരോട് ഒരു നല്ല സമീപനം തന്നെയാണ് സർക്കാരിനുള്ളതെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ പരിഗണനയെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഈ സമരക്കാരുമായി ചർച്ച ചെയ്തതാണ്. പക്ഷേ അവർ തയ്യാറായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സന്ദർശനത്തിന് പിന്നാലെ, ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇതിന്റെ വിശദാംശങ്ങളടക്കം ഇനി ഒരു ചർച്ച നടത്തി സംസാരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2-3 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു ചർച്ച പ്രതീക്ഷിക്കാമെന്നാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്. ശരി വിനീത, ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ചർച്ച പോസിറ്റീവ് എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും വ്യക്തമായ ഉത്തരം ആരോഗ്യമന്ത്രിക്ക് ഇല്ല എന്നാണല്ലോ ആശാ വർക്കേഴ്സിന്റെ നിലപാട്. അവർ സമരം അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല, ഓണറേറിയം വർദ്ധിപ്പിക്കുമോ ഇല്ലയോ, കൃത്യമായ ഉത്തരം വേണമെന്നാണല്ലോ അവർ ആവശ്യപ്പെടുന്നത്. ശ്രീകാന്ത്. ഉന്മേഷ്, കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി വീണ ജോർജ് നടത്തിയ ചർച്ച അത് ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായി ഉള്ളതാണോ എന്ന് പറയേണ്ടത് ആശാവർക്കർമാരാണ്. അത് മന്ത്രിയുടെ അഭിപ്രായം മാത്രമല്ല ഈ വിഷയത്തിൽ ഈ ഒരു സമരം പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാകേണ്ടത്. ഈ ആശാവർക്കർമാരോട് നമുക്കൊന്ന് ചോദിക്കാവുന്നതാണ്. അതെ, ഇന്ന് മന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയായിരുന്നു. അപ്പോൾ മന്ത്രി പറയുന്നത് പോസിറ്റീവായ ചില സൂചനകൾ ഉണ്ട് എന്നാണ്. എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്? കേന്ദ്രമന്ത്രിയുടെയുമായി നടത്തിയൊരു കൂടിക്കാഴ്ചയെ സംബന്ധിച്ചാണ് ആരോഗ്യമന്ത്രി വിശദീകരിച്ചത്. ആ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് കേന്ദ്ര ഇൻസെന്റീവാണ് വർദ്ധിപ്പിക്കേണ്ടത്. നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി അത് വേതനം വർദ്ധിപ്പിക്കുമെന്ന് പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ ആ വർധനവ് എത്രത്തോളമാണെന്നോ അത് എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരുന്നോ ഒന്നും തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നേരത്തെയുള്ള സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രതീക്ഷയുള്ളതാണോ ഈ കൂടിക്കാഴ്ച? സംസ്ഥാനം നിർവഹിക്കേണ്ടുന്ന ചുമതലയെക്കുറിച്ച് ആരോഗ്യമന്ത്രി ഒന്നും പറയുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത ഈ ചർച്ച കഴിഞ്ഞിട്ട് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കകത്തുള്ള ഒരു നടപടിയെക്കുറിച്ചും മന്ത്രി പറഞ്ഞു കേട്ടില്ല. ഉന്മേഷ്, ഇതാണ് ആശാവർക്കർമാർക്ക് പറയാനുള്ളത്. ഇതാണ്, അതായത് മന്ത്രി അത് പോസിറ്റീവ് എന്ന് പറയുമ്പോഴും നേരത്തെ പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞതാണ് ഈ ഇൻസെന്റീവിന്റെ കാര്യം അത് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞതാണ്. പുതുതായി യാതൊന്നും തന്നെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് സംസ്ഥാനം ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഓണറേറിയം അടക്കമുള്ള വിഷയങ്ങളിൽ മന്ത്രിയുടെ ഭാഗത്തൊന്നും കൃത്യമായ മറുപടിയോ പ്രസ്താവനകളോ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഉണ്ടായില്ല എന്നാണ് ആശാവർക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇന്നൊരു കൗതുകകരമായ കാര്യമുണ്ടായത് അതൊരു രാഷ്ട്രീയ ചുവടുമാറ്റമാണ്. INTUC സംസ്ഥാന ശരി ശ്രീകാന്ത്, അതിന്റെ വിശദാംശങ്ങൾ അരുൺ രാജ് ലഭ്യമാക്കും. അരുൺ, ഈ INTUCയുടെ നിലപാട് മാറ്റം അതുകൂടി ഇപ്പോൾ ചർച്ചയാകുന്നുണ്ടല്ലോ. അദ്ദേഹം പുറത്തിറക്കിയൊരു വാർത്താക്കുറിപ്പുണ്ട്. കൃത്യമായി തന്നെ അദ്ദേഹം അതിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ INTUC ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ടല്ലോ. അതിനും ഒരു രാഷ്ട്രീയമുണ്ടല്ലോ അരുൺ. തീർച്ചയായും ഉന്മേഷ, ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് INTUC ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ തന്നെ ഇത് വ്യക്തമാണ്. കാരണം KC വേണുഗോപാലിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും അഭ്യർത്ഥന മാനിച്ച താൻ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, INTUC ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു തൊഴിലാളി സംഘടനയായി ആശാവർക്കർമാരെ കാണണം എന്നുള്ളതാണ്. തൊഴിലാളികളായി കാണണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പിന്തുണ നൽകുന്നത്. അതിനപ്പുറം മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തന്നെ പ്രതികരിക്കുന്നില്ല. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ചില വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ അദ്ദേഹം പിന്നീട് പാർട്ടി വേദിയിൽ തുറന്നു പറയും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാടായി തന്നെ നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ കോൺഗ്രസ് എടുത്തൊരു നിലപാട്, ആ കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം തന്നെ INTUC ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. നാളെ മുതൽ ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ തിരുവനന്തപുരത്ത് INTUC ഭാഗമാകും. ഒപ്പം ഈ സമരം ഒത്തുതീർപ്പാക്കാനും ഈ സമരം അവസാനിപ്പിക്കാനും വേണ്ട ചർച്ചയ്ക്ക്, അത് സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് INTUC നേതൃപരമായ പങ്ക് വഹിക്കും എന്നുള്ള കാര്യം കൂടി INTUCയുടെ
സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും INDC-ക്കുള്ളിൽ ഈ കാര്യങ്ങളിൽ അദ്ദേഹം നാളെ എന്ത് നിലപാടെടുക്കും, നാളെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ എന്ത് വിശദീകരണമാകും R ചന്ദ്രശേഖരൻ നൽകാൻ പോകുന്നത് എന്നതും ഏറെ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ഏറെ ആകാംക്ഷ നൽകുന്നതാണ്. കാരണം INDC-ക്കകത്തുള്ള നിലപാട് മാറ്റം അത് എങ്ങനെയാണ് സംസ്ഥാന പ്രസിഡന്റ് നേതാക്കളെ വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ INDC സമരവേദിയിലേക്ക് എത്തുകയാണെങ്കിൽ അതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു ആകാംക്ഷഭരിതമായ മുഹൂർത്തമാണ്. ശരി, R അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുകയാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം ലഭിച്ചു തുടങ്ങിയെന്നതാണ്. മാർച്ച് മാസത്തെ ശമ്പളം ഒറ്റത്തവണയായി ഇന്ന് വിതരണം ചെയ്തു തുടങ്ങി. ഇന്ന് തന്നെ ശമ്പള ഇനത്തിൽ 80 കോടി രൂപ വിതരണം ചെയ്തു പൂർത്തിയാക്കുമെന്നാണ് KSRTC ഇപ്പോൾ അറിയിക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം, 2020 ഡിസംബർ മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് 1-ാം തീയതി ശമ്പളം മുഴുവനായി KSRTC നൽകുന്നത്. നേരത്തെ മന്ത്രി ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു. അങ്ങനെ ഒറ്റത്തവണ ആയി തന്നെ മുഴുവൻ ശമ്പളവും 1-ാം തീയതി തന്നെ നൽകുന്നതിലേക്ക് KSRTC ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ അറിയിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നതാണ് KSRTC സമരം. ഒട്ടേറെ സമരങ്ങൾ ഉയർന്നതാണ്. ശമ്പളം പല ഗഡുക്കളായി ലഭിക്കുന്നതിനെതിരെ സംഘടനകളൊക്കെ സമരം ചെയ്താണ്. പല തവണയായി ചർച്ചകളൊക്കെ നടന്നിരുന്നു. അപ്പോൾ തന്നെ മന്ത്രി വ്യക്തമാക്കിയതാണ് നിലപാട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ഉമേഷ്, അങ്ങനെ ഒടുവിൽ 1-ാം തീയതി തന്നെ ശമ്പളം ഒറ്റ ഗഡുവായി മുഴുവൻ ശമ്പളവും ലഭിക്കുന്ന അവസ്ഥയിലേക്ക് ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എല്ലാ മാസങ്ങളിലും ഉമേഷ്? നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണം അനുസരിച്ച് ഇനി എല്ലാ മാസവും 1-ാം തീയതി KSRTCക്ക് ശമ്പളം ലഭിക്കും. അത് ഈ ഒരു സാമ്പത്തിക വർഷം കൃത്യമായി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഏർപ്പെടുത്തിയിരുന്ന ക്രമീകരണം ഇപ്രകാരമാണ്. SBIയിൽ നിന്ന് 50 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. ഒപ്പം 30 കോടി രൂപ KSRTC സ്വന്തം വരുമാനത്തിൽ നിന്ന് കണ്ടെത്തും. അങ്ങനെ 80 കോടി രൂപയാണ് ഒരു മാസത്തെ ശമ്പളം നൽകാൻ KSRTCക്ക് വേണ്ടത്. അതിൽ ഈ 50 കോടി രൂപ സർക്കാർ ഗഡുക്കളായി തിരികെ നൽകും. ഈ തിരികെ നൽകുന്നത് അനുസരിച്ച് KSRTC ആ തുക SBIയിൽ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്ന തുകയിൽ തിരിച്ചടയ്ക്കും. അങ്ങനെ ആ രീതിയിലുള്ള ക്രമീകരണം എടുത്തു പോകും. ഓവർ ഡ്രാഫ്റ്റിന് 10% പലിശയുണ്ട്. പക്ഷേ കൂടുതൽ പലിശയാകാത്ത രീതിയിലുള്ള ക്രമീകരണം, അതായത് സർക്കാർ തുക കിട്ടുന്നതിനനുസരിച്ച് അപ്പോൾ തന്നെ തിരിച്ചടച്ചു പോകുന്ന രീതിയിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക വർഷം എല്ലാ മാസവും 1-ാം തീയതി KSRTC ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കും. കഴിഞ്ഞ മാസം അത് 5-ാം തീയതിയായിരുന്നു. പക്ഷേ ഈ മാസം മുതൽ നേരത്തെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഈ മാസം മുതലായിരിക്കും 1-ാം തീയതി ശമ്പളം ലഭിക്കുക എന്നുള്ളത്. എന്തായാലും ആ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു. 2020 ഡിസംബറിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ മുഴുവൻ ശമ്പളവും 1-ാം തീയതി KSRTC ജീവനക്കാർക്ക് ലഭിക്കുന്നത്. എന്തായാലും KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായുള്ള ആവശ്യമാണ്. ആ ആവശ്യം അങ്ങനെ നിറവേറ്റിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു വർഷം ഇനി ഈ ഓവർ ഡ്രാഫ്റ്റ് ക്രമീകരണങ്ങൾ അത് മുടങ്ങാതെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഉന്മേഷ്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മധുരയിൽ നിന്ന് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് ചില വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. മണിക് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പ്രസീഡിയമായിരിക്കും CPM പാർട്ടി കോൺഗ്രസ് നടപടികൾ നിയന്ത്രിക്കുക. അദ്ദേഹമായിരിക്കും പ്രസീഡിയത്തിന് നേതൃത്വം നൽകുക എന്നിപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. കേരളത്തിൽ നിന്ന് പുത്തലത്ത് ദിനേശൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം ഈ പ്രസീഡിയത്തിൽ അംഗമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്കായി പാർട്ടി കോൺഗ്രസ് അജണ്ട നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള പൊളിറ്റ് ബ്യൂറോയും CCM ഒക്കെ നടന്നുവരികയായിരുന്നു. അതിനിടയിൽ നിന്നാണ് ഇപ്പോൾ ഈ വാർത്തകൾ വരുന്നത്. ഒരു മരണം സംഭവിച്ചാൽ മൃതദേഹം വരമ്പിലൂടെ എടുത്തുകൊണ്ടുപോകേണ്ട ഗതികേടിൽ വർഷങ്ങളായി ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട് പാലക്കാട്. വടവന്നൂർ വാക്കോട് 15ഓളം കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. വാക്കോട്ടെ ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണ് ഉള്ളത്. പാലക്കാട് വടവന്നൂരിലെ വാക്കാട് SC കോളനിയിലേക്കാണ് യാത്ര. അവരുടെ ദുരിതയാത്ര ഇന്ന് പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലൂടെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. അവർ കുറേ വർഷങ്ങൾ 100 വർഷം കൂടുതലാവും ഇവിടെ ആൾക്കാർ താമസം തുടങ്ങിയിട്ട്. പക്ഷെ അപ്പോഴും ഈ വഴിൻ്റെ വിഷമം തന്നെയാണ്. അസുഖങ്ങൾ വന്നാലും പ്രസവ വേദന വന്നാലും എന്താണെങ്കിലും ഒരു വയസ്സായവർക്ക് നടന്നു പോകാനാണെങ്കിലും ഭയങ്കര പ്രയാസമാണ്. പരമാവധി ഞങ്ങൾ ശ്രമിച്ചു. പഞ്ചായത്തായിട്ടും ബ്ലോക്കായിട്ടും എല്ലാവർക്കും പരാതി കൊടുത്തു. അതിൻ്റെ ഒരു തിരിച്ച് ഞങ്ങൾക്കൊരു ഉത്തരവും കിട്ടണമില്ല. അതിൻ്റെ ഒരു വിവരവും അറിഞ്ഞിട്ടുമില്ല. അപ്പം ഞങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞാൽ ഇനിയുള്ള കുഞ്ഞുമക്കൾ ജീവിക്കണമല്ലോ. വഴി മെയിനായിട്ട് മക്കളിതുകളൊക്കെ ചളി വീണ് പെരണ്ട യൂണിഫോത്തോടെ വന്ന് പിന്നെ കഴിയിട്ടാ പോകണം. എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു ദുരിതം? അത് ഞങ്ങൾക്കൊരു ഓട്ടോ വരേണ്ട ഒരു സ്ഥലം സർക്കാർ അനുഭവിച്ചു തന്ന വലിയൊരു ഉപകാരം.
നമുക്കതേ ഉള്ളൂ. ഒരു ഓട്ടോയെങ്കിലും പോകാനുള്ള റോഡെന്ന വാക്കോട് കോളനിക്കാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ചുറ്റും പാടശേഖരമാണ്. നടുവിൽ ഒരു ദ്വീപ് കണക്കെ 15ഓളം കുടുംബങ്ങളുടെ താമസം. എത്ര കാലമായി ഇവിടെ താമസം? 4 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ 4 വർഷം അതിനു മുന്നേ ഇവിടെ റോഡില്ല വർഷങ്ങളായിട്ട്. പിന്നെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. പാലക്കാട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്താണ്. രാവിലെ 8:30 ഇറങ്ങും, വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ രാത്രി 8:30 ആവും ഇവിടെ എത്തുമ്പോൾ. വഴിൻ്റെ ഒരു ബുദ്ധിമുട്ടും പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ വർക്ക് നിർത്തി. പിന്നെ കൊറോണയൊക്കെ ആയി, പിന്നെ വർക്കിന് പോയിട്ടില്ല. പിന്നെ ഡെലിവറി ഒക്കെ ആയിട്ട് ഡെലിവറി ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടി. ഹോസ്പിറ്റലിൽ പോകാനും എന്നെ പാമ്പ് വരെ കടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ ഇടയ്ക്ക് എനിക്ക് പേടിയായിരുന്നു ഈ വഴിയിലൂടെ, പന്നികളുടെ ശല്യം, പാമ്പ് കാരണം. രാവിലെയും വൈകിട്ടും ജോലിക്ക് പോയി തിരികെ വരണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. മഴക്കാലമായാൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ അവസ്ഥ പിന്നെ പറയണ്ട. ഞങ്ങൾ ചളിയിലൊക്കെ വീഴും, പിന്നെ വഴുക്കും, പിന്നെ കുറേ ചളിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കഴുകിയിട്ടാണ് പോവുക സ്കൂളിലേക്ക്. പിന്നെ ഒരു ദിവസം എൻ്റെ അച്ഛന് വയ്യാണ്ടായിട്ട് എൻ്റെ അച്ഛനെ കൊണ്ടുപോകുക ആരുമില്ലാണ്ട് ഞങ്ങളെങ്ങനെയൊക്കെ കൊണ്ടുപോയത്. നേരെയാണെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെ 200 മീറ്റർ സ്ഥലം ആവശ്യമുണ്ട്. മറ്റൊരു ഫോർമുല ഇങ്ങനെ: തൊട്ടപ്പുറത്തെ വശത്തുകൂടി 2 വ്യക്തികളുടെ ഭൂമിയിലൂടെ റോഡ്. പക്ഷേ രണ്ടിലേതെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമാകണമെങ്കിൽ സ്ഥലമുടമകൾ തന്നെ കനിയണം. നെന്മാറ MLA കെ ബാബു ഇടപെട്ടിട്ടും ഒരു വഴിയെന്ന വാക്കോടുകാരുടെ ആവശ്യത്തിന് ഇതുവരെ തീർപ്പുണ്ടായിട്ടില്ല. ഇവിടെ ഒരു 10-15 കുടുംബോളം ഉണ്ട്. അതിൽ 120 ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ദുരിതമാണ് ഞങ്ങളുടെ. ഇപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കാൻ അവർ പറയണത്, സ്ഥല ഉടമ പറയണത് പണം തരികയാണെങ്കിൽ തരാമെന്നാണ്. പക്ഷെ അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വഴി അവർ തന്നെ ഞങ്ങൾക്ക് തരണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. പണമുള്ള പലരും മറ്റു പല പ്രദേശങ്ങളിലേക്കും സ്ഥലം വാങ്ങി വീട് വെച്ച് മാറിക്കഴിഞ്ഞു. അന്നന്നത്തെ നിത്യവൃത്തിക്കായി കൂലിപ്പണിയെടുക്കുന്ന ഒരുപറ്റം മനുഷ്യർക്ക് ഈ മണ്ണല്ലാതെ പുറത്തേക്കൊരു സ്വപ്നമില്ല. മറ്റൊന്നും വാക്കാട്ടെ ഈ മനുഷ്യർ ആവശ്യപ്പെടുന്നില്ല. ഒരു ഓട്ടോ പോകാനുള്ള ചെറിയൊരു വഴി മാത്രം. അധികാരികളുടെ ഇടപെടലാണ് പ്രതീക്ഷ. രാജീവ് സുദേവനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. വർഷങ്ങളായി ഒരു വഴിയില്ലാതെ ദുരിതത്തിൽ കഴിയുന്നവരാണ് ഇവിടെയുള്ളത്. പ്രതികരണങ്ങളിലേക്ക്. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ നിറയുണ്ട്. പക്ഷേ വഴിയില്ലാത്ത കാരണം അവർക്ക് നല്ല ഭാവി പോലും കിട്ടാൻ വഴിയില്ലല്ലോ പറഞ്ഞ് അവർ വന്നവർ പോവുകയാണ്. പിന്നെ ഒരു ഗർഭിണികൾക്ക് എടുത്തിട്ടാണ് സാർ രാത്രിയൊക്കെ പ്രസവവേദനയായ എടുത്തിട്ടൊക്കെയാണ് ഈ ചാലും കഴായും കൊണ്ടും പിന്നെ ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോണത്. എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മരിക്കണില്ല എന്നുള്ളൂ, ചത്ത് ജീവിക്കുകയാണ് ഇവിടെ. ഏത് ഗവൺമെൻറ്റും കണ്ണു തുറക്കുന്നില്ല. ഞാൻ ജനിച്ച പോലെ ഇത് കാണാൻ തുടങ്ങിയതാണ്. ഇപ്പം നമ്മളൊരു വയ്യാവണ്ണ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾക്ക് ആൾ പോയിട്ടുണ്ട്. നമ്മൾ വയ്യാവണ്ണ തോളിൽ തന്നെ ഏറ്റിക്കൊണ്ടുപോകണം. അത് സംഭവം വേറെ വഴിയില്ല. ചിലപ്പോൾ കണ്ടങ്ങൾ പഞ്ചിട്ട് പറഞ്ഞാൽ ചണ്ടൊക്കെ വീണിട്ടേക്ക് ഞങ്ങൾ തന്നെ പോകണത്. സ്ഥലത്തിൻ്റെ ഓണർ തരില്ലെന്നാണ് ഭയങ്കര ഇതായിരുന്നു നടക്കുക പാടത്തിൻ്റെ. പിന്നെ അപ്പുറത്തൊരു വഴി കൂടെ പാസ് ചെയ്തതാണ്. അവരിപ്പോൾ എല്ലാ അളന്നിട്ടൊക്കെ കാര്യം പോയി. പിന്നെ ഒരു ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. എന്താ കാരണം എന്നുള്ളത് നമുക്ക് അറിയില്ല. നേരത്തെ സൂചിപ്പിച്ചൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. വഖഫ് ബില്ലിനെ CPIM എതിർക്കും എന്ന് ഇപ്പോൾ നിലപാട് പ്രഖ്യാപനം വരുന്നു. CPIM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ഇത് വ്യക്തമാക്കിയത്. പാർട്ടി കോൺഗ്രസിൽ നിന്ന് MP-മാർക്ക് അവധി നൽകുകയാണ്. എല്ലാവർക്കും പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുമെന്നും പ്രകാശ് കാരാട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. We have already opposed the Waqf bill when it was brought, initially introduced in Parliament, then it's gone to the Joint Parliamentary Committee and is being brought up again in the Lok Sabha tomorrow. Our party is opposing it. We have instructed all our MPs to remain in Delhi and not to attend the party congress because they'll have to participate in the discussion and the voting against it. The Madura MP will also... Everybody will go. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, അപ്പോൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട MP-മാർക്കുൾപ്പെടെ അവധി നൽകുകയാണ്. പാർലമെന്റ് സമ്മേളന നടപടികളിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശമാണല്ലോ ഇപ്പോൾ CPIM നൽകുന്നത്. ബൽറാം, ഉന്മേഷ്,
പാർട്ടിയുടെ 4 ലോക്സഭാ എംപിമാരോടും നാളെ ഡൽഹിയിലെത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPIM. നേരത്തെ ഈ വഖഫ് ബില്ല് ലിസ്റ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലായിരുന്നു എംപിമാർ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ 2 പേർ മധുരയിലേക്കുള്ള യാത്രയിലായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗം K. രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ ഹരിയാനയിൽ നിന്നുള്ള അംഗം അമ്ര റാം എന്നിവർ മധുരയിലേക്ക് യാത്ര തിരിച്ചതിന് ശേഷമാണ് പിന്നീട് വഖഫ് ബിൽ ലിസ്റ്റ് ചെയ്യുന്നതും നാളെ സഭയിൽ ലിസ്റ്റ് ചെയ്യും എന്ന വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി 2 പേരോടും തിരികെ ഡൽഹിയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 പേരും തിരികെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 അംഗങ്ങളുണ്ട്. അതിൽ മധുരയിൽ നിന്നുള്ള MP S. വെങ്കിടേഷ്, അദ്ദേഹം ഈ പാർട്ടി കോൺഗ്രസിന്റെ സംഘാടക സമിതി കൺവീനറാണ്. അദ്ദേഹത്തോട് ഉൾപ്പെടെ ഡൽഹിയിലേക്ക് നാളെ എത്താനുള്ള നിർദ്ദേശമാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 പേരും ഡൽഹിയിൽ എത്തുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. നേരത്തെ തന്നെ പാർട്ടി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും വഖഫ് ബില്ലിനെ എതിർക്കാനാണ് തീരുമാനം എന്നുമാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടുകൂടി പാർട്ടിയുടെ 4 ലോക്സഭാംഗങ്ങളും നാളെ ഡൽഹിയിലെത്തും. ഈ ബില്ലിനെ ലോക്സഭയിൽ എതിർത്ത് വോട്ട് ചെയ്യും എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് മധുരയിൽ നിന്ന്. CPIM പാർട്ടി കോൺഗ്രസിന് മുൻപായുള്ള പൊളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ അവസാനിച്ചു. മുതിർന്ന നേതാവ് മണിക് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പ്രസീഡിയമാകും നാളെ പാർട്ടി കോൺഗ്രസ് നടപടികൾ നിയന്ത്രിക്കുക. കേരളത്തിൽ നിന്ന് പുത്തലത്ത് ദിനേശൻ പ്രസീഡിയം അംഗമാണ്. ദീപക് ധർമ്മടവും R. ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം ദീപക്കിലേക്ക്. ദീപക്, കേന്ദ്ര കമ്മിറ്റി യോഗം ഉൾപ്പെടെ അവസാനിച്ചിരിക്കുന്നു, വിവരങ്ങൾ. സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളും അതുപോലെ വിവിധ കമ്മിറ്റികൾ, ക്രെഡൻഷ്യൽ, പ്രിസൈഡിയം, മിനിറ്റ്സ് തുടങ്ങിയ പ്രമേയം തുടങ്ങിയ കമ്മിറ്റികൾ തീരുമാനിക്കാനും വേണ്ടിയാണ് ആദ്യം പോളിറ്റ് ബ്യൂറോ ചേർന്നത്. മാത്രമല്ല പോളിറ്റ് ബ്യൂറോയിൽ സംഘടനാ റിപ്പോർട്ട്, പ്രത്യേകിച്ചും പാർട്ടിക്ക് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഇല്ലാതെ PB കോർഡിനേറ്റർ ചുമതല വഹിക്കുന്ന സാഹചര്യത്തിൽ സംഘടനാ റിപ്പോർട്ട് ആര് അവതരിപ്പിക്കണം എന്നുള്ള ചർച്ച നടക്കുന്നു. അതിലാണ് B. രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കാനുള്ള തീരുമാനം PBയിലെടുത്തു. ആ കാര്യം കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. കേന്ദ്ര കമ്മിറ്റിയിൽ മറ്റ് കമ്മിറ്റികൾ, വിവിധ കമ്മിറ്റികളുടെ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിൽ ക്രെഡൻഷ്യൽ കമ്മിറ്റിയിൽ, വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ക്രെഡൻഷ്യൽ കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് CS. സുജാതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റികളിൽ ഓരോ മറ്റ് ഉള്ളവരെ നമ്മൾ നോക്കുമ്പോൾ ദിനേശൻ പുത്തലത്ത് കേരളത്തിൽ നിന്നും പ്രിസൈഡിയത്തിൽ എത്തിയിരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ R. ശ്രീജിത്ത് പറയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമ്മേളനം നിയന്ത്രിക്കുന്നത് മാണിക് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രിസൈഡിയമാണ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പ്രിസൈഡിയത്തിൽ പ്രധാന മുതിർന്ന നേതാക്കളാണ് ഉണ്ടാകുന്നത്. 2 പ്രധാന കാര്യങ്ങൾ വീതിച്ചു നൽകിയിരിക്കുകയാണ്. അതിലൊന്ന് പ്രിസൈഡിയവും അതുപോലെ തന്നെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കലും. ഈ 2 കാര്യങ്ങൾ 2 മുതിർന്ന PB അംഗങ്ങളെ വീതിച്ച് നൽകിയിരിക്കുന്നു. ഏതായാലും നാളെ കാലത്തുള്ള മുതലുള്ള സമ്മേളനത്തിൻ്റെ മുഴുവൻ അജണ്ടയും പാർട്ടി PBയും അത് ചേർന്ന CCയും അംഗീകരിച്ചു കഴിഞ്ഞു. ഉന്മേഷ്. ശരി, R. ശ്രീജിത്ത് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ പ്രസീഡിയത്തിന്റെയും ഒപ്പം മറ്റ് കമ്മിറ്റികളുടെയും ഒക്കെ കാര്യത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇത് പാർട്ടി കോൺഗ്രസ് തുടക്കത്തിൽ അംഗീകരിക്കുകയാണല്ലോ. CPMന്റെയും CPIയുടെയും ഒക്കെ ഒരു സംഘടനാ രീതി എന്ന് പറയുന്നത്. ജനറൽ സെക്രട്ടറി ഇല്ല, സാധാരണ ജനറൽ സെക്രട്ടറിമാരാണ് ഉദ്ഘാടനം നിർവഹിക്കുക. കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം നിർവഹിക്കും. നാളത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ശ്രീജിത്ത്? ഉന്മേഷ്, അല്പം മുമ്പ് അവസാനിച്ച CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയാണ് സമ്മേളനത്തിന്റെ അജണ്ടയും ഒപ്പം തന്നെ സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ മറ്റ് കമ്മിറ്റികളുടെ രൂപീകരണം നടത്തിയിരിക്കുന്നത്. നാളെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചാണ് ഈ കമ്മിറ്റികളുടെ രൂപീകരണത്തിന് അന്തിമ അംഗീകാരം തേടുന്നത്. സമ്മേളനത്തെ നിയന്ത്രിക്കുന്നത് പ്രസീഡിയമാണ്. പ്രസീഡിയത്തെ നയിക്കുന്നത് ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ ആയിരിക്കും. കേരളത്തിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദിനേശൻ പുത്തലത്താണ് ഈ പ്രസീഡിയത്തിൽ ഉള്ള കേരളത്തിന്റെ പ്രതിനിധി. ഇതോടൊപ്പം തന്നെ പ്രമേയ കമ്മിറ്റിയെയും ക്രെഡൻഷ്യൽ കമ്മിറ്റിയെയും മിനിറ്റ്സ് കമ്മിറ്റിയെയും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി രൂപം നൽകിയിട്ടുണ്ട്. പ്രമേയ കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് ഡോക്ടർ TM തോമസ് ഐസക് അംഗമായിട്ടുണ്ട്. ഒപ്പം തന്നെ ക്രെഡൻഷ്യൽ കമ്മിറ്റിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം CS. സുജാതയും അംഗമായിട്ടുണ്ട്. ഇതാണ് കമ്മിറ്റികളുടെ രൂപീകരണം. പാർട്ടി കോൺഗ്രസിൽ ഈ സംഘടനാ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് മുതിർന്ന PB അംഗം ആന്ധ്രയിൽ നിന്നുള്ള BV രാഘവലുവാണ്. കരട് രാഷ്ട്രീയ പ്രമേയമാണ് PB കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കുന്നത്. ഈ 2ന്റെയും അവതരണം ഏറ്റവും നിർണായകമാണ്. PBയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളാണ് സാധാരണ സെക്രട്ടറിക്കൊപ്പം ഈ 2ൽ കരട് രാഷ്ട്രീയ പ്രമേയമോ അല്ലെങ്കിൽ സംഘടനാ റിപ്പോർട്ടിലോ ഏതെങ്കിലും ഒന്ന് അവതരിപ്പിക്കുന്നത്. അത് BV രാഘവലുവിനെ ആണ് അന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ PBയിലുള്ള പ്രായപരിധിയിൽ നിന്ന് പെടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ഒരാളാണ്. അതാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ കാരണം. നാളെ രാവിലെ 9 മണിയോടെ പോയി പ്രതിനിധി സമ്മേളനത്തിന് പതാക ഉയർത്തും. ശരി, R. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് മധുരയിൽ നിന്ന്. ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. എറണാകുളത്ത് 2.5 വയസ്സുകാരി വെള്ളത്തിൽ വീണ് മരിച്ചു. വടക്കൻ പരവൂരിലെ ജോഷിയുടെയും ജാസ്മിന്റെയും മകൾ ജൂഹിയാണ് മരിച്ചത്. വീടിനോട് ചേർന്നുള്ള തോട്ടിൽ വീണാണ് ഈ അപകടം. നിതിൻ അംബുജൻ കൊച്ചിയിൽ. നിതിൻ, എങ്ങനെയാണ് ഈ ദുരന്തമുണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ?
ഉന്മേഷ്, ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. വടക്കൻ പറവൂരിലെ ചെട്ടിക്കാടാണ് സംഭവം. ജോഷി ജാസ്മി ദമ്പതികളുടെ മകളാണ് 2.5 വയസ്സായ ജൂഹി. വീടിനോട് ചേർന്നുള്ള വീടിനോട് പിറകിലെ ഉള്ള ഒരു തോട്ടിൽ വെച്ചാണ് ഈ അപകടം സംഭവിച്ചത്. കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കാല് വഴുതി ഈ ഒരു തോട്ടിലേക്ക് വീണത്. തെങ്ങ് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു സ്ലാബ് അവിടെ ഒഴിച്ചിട്ടിരുന്നു. അപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാല് വഴുതി കുട്ടി തോട്ടിലേക്ക് വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ വെച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉന്മേഷ്. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന് അറുതിയില്ല. കലാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും കഞ്ചാവ് അടക്കമുള്ള ലഹരി പിടികൂടുന്നത് സ്ഥിര സംഭവമാകുകയാണ്. തിരുവനന്തപുരം പാളയത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പാളയം മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി. 455 നമ്പർ മുറിയിൽ നിന്ന് 20 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടേതാണ് ഈ മുറി. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിന് പിന്നാലെയാണ് പാളയം മെൻസ് ഹോസ്റ്റലിലും എക്സൈസ് പരിശോധന നടത്തിയത്. ഹോസ്റ്റലിലെ 15 മുറികൾ നടത്തിയ പരിശോധനയിൽ 20 ഗ്രാം കഞ്ചാവ് പിടികൂടി. ആളൊഴിഞ്ഞ നിലയിൽ 455 നമ്പർ മുറിയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയാണ് ഈ മുറിയിൽ താമസിക്കുന്നതെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ MDMA-യും കഞ്ചാവും ഉണ്ടെന്നാണ് വിവരം കിട്ടിയത്. MDMA നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രതിയും ഇല്ലായിരുന്നു. ഒരു തമിഴ്നാട്ടുകാർ ഒരു യുവാവെന്നാണ് അറിവ്. റൂം തുറന്നിടക്കുകയായിരുന്നു. 455 റൂം നമ്പർ. പുസ്തകമൊക്കെ വയ്ക്കുന്ന ചോറോട് ചേർന്ന ഒരു ഷെൽഫുണ്ട്. അവിടെ നിന്ന് പേപ്പർ പൊതിയിൽ നിന്നാണ് കഞ്ചാവ് കിട്ടുന്നത്. 20 ഗ്രാമാണ് കിട്ടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് രാവിലെ 10:30 എക്സൈസ് സംഘം മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. 70-ലധികം മുറിയുള്ള വലിയ ഹോസ്റ്റലാണിത്. ഉച്ചവരെ പരിശോധന നീണ്ടുനിന്നു. 12:30 പരിശോധന പൂർത്തിയാക്കി എക്സൈസ് സംഘം മടങ്ങി. ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവുണ്ടെന്ന വിവരത്തെ തുടർന്ന് പെട്ടെന്ന് പരിശോധന നടത്തുകയായിരുന്നു. ചിലരുടെ ഫോട്ടോയടക്കം എക്സൈസ് സംഘം വിദ്യാർത്ഥികളെ കാണിച്ചിരുന്നു. എന്നാൽ ഹോസ്റ്റലിലെ കൂടുതൽ മുറികളും അടഞ്ഞുകിടക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. കലാലയങ്ങളിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഇന്ന് കണ്ടത്. ഇവിടങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയും ഇന്നത്തെ റെയ്ഡ് ചൂണ്ടിക്കാട്ടുന്നു. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. MBA പരീക്ഷയുടെ ഉത്തരപേപ്പർ നഷ്ടമായതിൽ 71 വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണം എന്ന് ആവർത്തിച്ച് കേരള സർവകലാശാല. ഈ മാസം 7-നാണ് പുനഃപരീക്ഷ. പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞു. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. വീണ്ടും പരീക്ഷ എഴുതാനുള്ള സാഹചര്യമില്ല എന്ന് വിദ്യാർത്ഥികൾ ആവർത്തിക്കുമ്പോഴും പരീക്ഷ എഴുതിക്കാൻ തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. ഇനി കോടതി കനിയണം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാതെ അവരുടെ ജോലിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ കോളേജിലെ 71 MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കായി 7-ാം തീയതി തന്നെ പ്രത്യേക പരീക്ഷ നടത്തും. വിദേശത്തുൾപ്പെടെ ജോലിക്ക് പോകേണ്ടി വന്ന വിദ്യാർത്ഥികൾക്കായി ഇതേ പരീക്ഷ ഈ മാസം 22-ന് വീണ്ടും നടത്തും. 2 പരീക്ഷയുടെയും റിസൾട്ട് 3 ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും. വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ചേർന്ന പരീക്ഷാ വിഭാഗം ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സർവകലാശാലയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നും വൈസ് ചാൻസലർ സമ്മതിച്ചു. യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഏകദേശം 7ഓളം കോളേജുകളിലാണ് ഈ പരീക്ഷ നടക്കേണ്ടത്. കുട്ടികൾക്ക് കോളേജ് മാറണമെങ്കിൽ അതിന് അവസരം കൊടുക്കും. അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ 7 കോളേജിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും പോകാം. അവിടെ ഇരുന്നിട്ടും അവർക്ക് എഴുതാം. നഷ്ടപ്പെട്ട പേപ്പറിൽ ശരാശരി മാർക്ക് നൽകണമെന്ന വിദ്യാർത്ഥികളുടെ വാദം സർവകലാശാല അധികൃതർ പൂർണ്ണമായും തള്ളി. സർവകലാശാലയുടെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. നമ്മൾ ലീഗലി മൂവ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യമുള്ളത്. പിന്നെ 22-ാം തീയതി ആരുടെ ചോദിച്ചാണ് ഇത്രയും പിള്ളേർക്ക് എഴുതാൻ പറ്റും എന്നുള്ള തീരുമാനം എടുത്ത് എനിക്കറിയത്തില്ല. കാര്യം പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും 22-ാം തീയതി വന്ന് എഴുതാൻ പറ്റുമെന്ന് അയാൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ തീരുമാനം എടുത്തത് നമ്മുടെ ഒരാളത്ത് പോലൊരു അഭിപ്രായം ചോദിച്ചിട്ടല്ല ഈ തീരുമാനം എടുത്തത്. പിന്നെ ഇപ്പോൾ ഇത്രയും മീഡിയാസിനെ പറ്റിക്കാനും നമ്മളെ പറ്റിക്കാനും വെറുതെ ഇവിടെ ഒരു മീറ്റിംഗ് കൂടി എന്നിട്ട് വെറുതെ നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ കോളേജ് അധികൃതർക്ക് VC നിർദ്ദേശം നൽകി. അധ്യാപകനെ ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം പരീക്ഷാ ഡ്യൂട്ടികളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കും. ഈ അധ്യാപകൻ ICM പൂജപ്പുര എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ ഗസ്റ്റ് ലെക്ചററാണ്. അദ്ദേഹത്തെ സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പരീക്ഷാ ജോലികളിൽ നിന്നും ഡീബാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ സിൻഡിക്കേറ്റിനേക്കാൾ അധികരിച്ച് ഒരു നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഭാവിയിൽ വീഴ്ച ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുമെന്നും ഇതിനായി പ്രോട്ടോകോൾ തയ്യാറാക്കുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. നിലവിൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിന് കോളേജ് അധ്യാപകർക്ക് വേതനം ലഭിക്കില്ല. എന്നാൽ സ്വകാര്യ കോളേജിലെ അധ്യാപകർക്ക് മൂല്യനിർണ്ണയത്തിന് വേതനം നൽകാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചു. അടുത്ത വർഷം മുതൽ മൂല്യനിർണ്ണയത്തിന് പേപ്പർ ഓൺലൈനായി കൈമാറാനാണ് ആലോചിക്കുന്നത്. ഇതിനുള്ള നടപടികളും സ്വീകരിക്കും.
എന്തായാലും യൂണിവേഴ്സിറ്റി അവരുടെ വീഴ്ചകൾ സമ്മതിക്കുന്നുണ്ട്. തുടർന്നും ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് യൂണിവേഴ്സിറ്റി. അത് പ്രതീക്ഷ നൽകുന്നതുമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇത് അധ്യാപകന്റെ ശ്രദ്ധക്കുറവാണ്, വിദ്യാർത്ഥികളെ അതിൽ ബലിയാടാക്കുന്നുവെന്ന് റീന സതീശൻ പറയുന്നു. ഇനിയും പരീക്ഷ എഴുതിക്കുന്നത് കുട്ടികളോട് കാണിക്കുന്ന അനീതി എന്നാണ് പ്രതികരണമായി വരുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി അത്തരമൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോഴിക്കോട് കല്ലാച്ചിയിൽ സംസ്ഥാന പാത കയ്യേറി ഗതാഗതം തടസ്സപ്പെടുത്തി പടക്കം പൊട്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിലായി. കല്ലാച്ചി സ്വദേശികളായ ഇമ്രാൻഖാൻ, സജീർ, മുഹമ്മദ് റാഫി എന്നിവരെയാണ് നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ സുരേഷുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, കോഴിക്കോട് നാദാപുരത്തിന് സമീപം കല്ലാച്ചിയിൽ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. സംസ്ഥാന പാത കയ്യേറിയ ശേഷം ഗതാഗതം തടസ്സപ്പെടുത്തിയാണ് ഈ യുവാക്കൾ ഏറെ നേരം പടക്കം പൊട്ടിച്ചത്. ആരും നേരിട്ട് പോലീസിൽ പരാതി നൽകിയില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പോലീസ് കേസെടുക്കുകയായിരുന്നു. നാദാപുരം പോലീസ് 15 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഈ കേസെടുത്തതിന് പിന്നാലെ യുവാക്കൾ ഒളിവിൽ പോകാൻ ശ്രമം നടത്തിയിരുന്നു. അതിനിടയിലാണ് 3 പേർ അറസ്റ്റിലായിരിക്കുന്നത്. കല്ലാച്ചി സ്വദേശികളായ ഇമ്രാൻഖാൻ, സജീർ, മുഹമ്മദ് റാഫി തുടങ്ങി 3 പേരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. അവരെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഈ സംഭവത്തിനോട് ചേർന്ന് വെച്ച് തന്നെ കഴിഞ്ഞ ദിവസം 2 പേർ കാറിൽ വെച്ചും സമാനമായ രീതിയിൽ പടക്കം പൊട്ടിക്കുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി, രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക്. നീതി മെഡിക്കൽ സ്റ്റോർ വഴിയുള്ള മരുന്ന് വിതരണം നിർത്താനാണ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ തീരുമാനം. മരുന്ന് നൽകിയ വകയിൽ കോടികളാണ് ബാങ്കിന് ലഭിക്കാനുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം വിതരണക്കാർ അവസാനിപ്പിച്ചത് വലിയ പ്രതിസന്ധിക്കിടയാക്കിയിരുന്നു. മാസങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. എന്നാൽ മെഡിക്കൽ കോളേജിലെ നീതി സ്റ്റോർ വഴിയുള്ള മരുന്ന് വിതരണം നിർത്തലാക്കാൻ സിറ്റി സർവീസ് സഹകരണ ബാങ്ക് തീരുമാനിച്ചതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് നീതി സ്റ്റോർ വഴി മരുന്ന് വിതരണം ചെയ്യുന്നത്. ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കാസ്പ്, മെഡിസെപ്പ്, ESI തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളിലെ മരുന്നുകൾ വിതരണം ചെയ്യുന്നവയിൽ ഉൾപ്പെടുന്നു. ഈ വകയിൽ മെയ് മാസം മുതലുള്ള 4.77 കോടി രൂപയാണ് ബാങ്കിന് ലഭിക്കാനുള്ളത്. ഇത് നൽകാതെ മരുന്ന് വിതരണം ചെയ്യാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്ക് മാനേജർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചു. 3 മാസത്തിനുള്ളിൽ കുടിശ്ശിക തീർക്കണമെന്നാണ് കരാർ. നിലവിൽ 9 മാസമായി പണം ലഭിക്കാത്തത് ബാങ്കിന്റെ പ്രവർത്തനത്തെ ദോഷമായി ബാധിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. നീതി മെഡിക്കൽ സ്റ്റോർ വഴിയുള്ള മരുന്ന് വിതരണം നിലച്ചാൽ അത് പാവപ്പെട്ട രോഗികളെ ദുരിതത്തിലാക്കുമെന്നുറപ്പ്. പ്രശ്നപരിഹാരത്തിന് അടിയന്തര ഇടപെടലാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇനി പന്നിയങ്കരയിലേക്കാണ്. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് അവിടെ കരാർ കമ്പനി താൽക്കാലികമായി പിൻവാങ്ങിയിരിക്കുന്നു. PP സുമോദ് MLA കരാർ കമ്പനിയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം. ഈ മാസം 7-ന് K രാധാകൃഷ്ണൻ MPയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് അന്തിമ തീരുമാനം എടുക്കും. കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയിൽ 7.5 കിലോമീറ്റർ വരെയുള്ളവർക്ക് സൗജന്യ യാത്ര എന്നത് പന്നിയങ്കരയിലെ കരാർ കമ്പനി അധികൃതരുടെ നിലപാടായിരുന്നു. എന്നാൽ ദേശീയപാത നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയ പ്രദേശവാസികളായ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ടോൾ പ്ലാസയിലൂടെ സൗജന്യ യാത്ര വേണമെന്ന ആവശ്യത്തിൽ നിന്ന് സമരസമിതി പ്രവർത്തകരും ജനപ്രതിനിധികളും പിന്നോട്ടു പോയില്ല. ഇതോടെയാണ് ഇന്ന് ആർക്കും സൗജന്യമില്ല എന്ന ഒരു നിലപാടിലേക്ക് കരാർ കമ്പനി അധികൃതർ പോയത്. 6 മണിയോടെ തുടങ്ങിയ DYFI പ്രതിഷേധം ശക്തമായതോടെ ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഉടൻ തന്നെ ചർച്ച നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കാമെന്നും അതുവരെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ലെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. 10 കിലോമീറ്റർ പരിധി എന്ന നിലയിലേക്ക് ഉറച്ചു നിൽക്കുകയാണ്. അതിനാവശ്യമായ വിവിധ പോയിന്റുകൾ, അതായത് ടോളിൽ നിന്ന് വിവിധ പഞ്ചായത്തുകളിലെ 10 കിലോമീറ്റർ പരിധിയിൽ വരുന്ന പോയിന്റുകൾ കണക്കാക്കി പ്രായോഗികമായ തീരുമാനത്തിലേക്ക് പോകുമെന്നതാണ് ഇതുമായി വന്ന് പറയാനുള്ളത്. ഉച്ചയ്ക്ക് MLAയുടെ സാന്നിധ്യത്തിൽ ADM, തഹസിൽദാർ എന്നിവർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. 7-ാം തീയതി K രാധാകൃഷ്ണൻ MPയുടെ നേതൃത്വത്തിൽ
സർവകക്ഷി യോഗം ചേരുമെന്നും അതിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും MLA PP സുമോദ് അറിയിച്ചു. അതേസമയം MLAയും ഉദ്യോഗസ്ഥരും അടച്ചിട്ട മുറിയിൽ കരാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തിയത് ശരിയായില്ലെന്നാരോപിച്ച ഒരു വിഭാഗം സമരസമിതി പ്രവർത്തകർ രംഗത്തെത്തി. ഈ മാസം 7-ാം തീയതിയിലെ ചർച്ചയിലും 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ടോൾ സൗജന്യമാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. ജനപ്രതിനിധികൾ കൂടി ഒപ്പം നിൽക്കുന്നതോടെ കമ്പനി ഇതിന് വഴങ്ങുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ.